ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരുപോലെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ കൊങ്ങിണി ചെടി അല്ലെങ്കിൽ ലെൻഡാന പ്ലാന്റ് അല്ലെങ്കിൽ അരിപ്പൂവയൊക്കെ എന്ന് പറയുന്ന ഈ ഒരു ചെടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല കളറും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നാടനുണ്ട്. നാടനെ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്തു വെച്ചില്ല. ഇത് കുറച്ച് ഹൈബ്രിഡ് ആയിട്ടുള്ളത് ഞാൻ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ളതും അത് കൂടാതെ ഞാൻ കമ്പ് നട്ട് വെച്ചതാണ് ഈ ഒരു മഞ്ഞ അരിപ്പൂവ്. അങ്ങനെയുള്ള കുറച്ച് 2 കളറാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ ഈ ഒരു അരിപ്പൂവ് അതായത് കൊങ്ങിണി ചെടി എളുപ്പത്തിൽ വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാൻ കേട്ടോ. അപ്പോൾ നിറയെ പൂക്കളുള്ള സമയത്ത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലിപ്പോൾ പൂക്കളൊക്കെ കുറവാണ്, പൂക്കളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൂക്കളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പൂക്കൾ കുറയുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പ്ലാന്റ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് വേര് പിടിപ്പിക്കാനൊക്കെ കട്ട് ചെയ്യേണ്ടത്. നമുക്ക് കൊങ്ങിണി ചെടി അതായത് ഈ അരിപ്പൂവ് നമുക്ക് വർഷത്തിൽ 2 പ്രാവശ്യം ഇത് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പ്രൂണിങ് ചെയ്താൽ മാത്രമാണ് ഇതിൽ നിറയെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് തിക്കായിട്ട് ഈ ഒരു പോട്ടിൽ വളരുകയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ യെല്ലോ കളറുള്ള ഈ കൊങ്ങിണി ചെടി ഒരു എന്താ പറയുക, ഒരു ഹാങ്ങിങ് ടൈപ്പ് പോലെയാണ് ഇത്. ഞാനിതാ ഒരു പെയിൻറ്റിങ് ബക്കറ്റിൻ്റെ മുകളിൽ എടുത്ത് വെച്ചതാണ്. ഇതിങ്ങനെ ഹാങ് ആയിട്ട് അതായത് തൂങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഈ ഒരു കൊങ്ങിണി ചെടി. പിന്നെ നമുക്കറിയാം നമുക്ക് ചെടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നത് അറിയുന്നവർ ശരിയായ ഉത്തരം പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മുടെ ഒരു ചെടി നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിൽ നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, എന്താണ് നമ്മൾ ഈ ചെടിക്ക് ഫസ്റ്റായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ചില ആൾക്കാർ വിചാരിക്കുന്നത് വേറെ ആയിരിക്കും, ചില ആൾക്കാർ വിചാരിക്കുന്നത് വേറെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളൊരു ചെടിക്ക് ഏറ്റവും അത്യാവശ്യ ഘടകം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത്യാവശ്യ ഘടകം എന്താണെന്നുള്ളത് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നല്ല വെയിലുള്ള സമയം കേട്ടോ. നല്ല വെയിലെന്ന് വെച്ചാൽ ചുട്ടുപൊള്ളുന്ന വെയിലാണ്. എൻ്റെ ചെടികളൊക്കെ കുറേയൊക്കെ ഒന്ന് ബേണായിട്ടുണ്ട് കേട്ടോ. ബേണായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും വെയിൽ അടിക്കുന്നുണ്ട്. കാരണം ഇവിടെ നല്ല വെയിലുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെയിലടിക്കുന്ന ഒരു എന്താ പറയുക, എൻ്റെ മുറ്റത്തൊക്കെ കൂടുതൽ സ്ഥലത്തും പിന്നെ ഈ ഒരു സൈഡിലാണ് എനിക്ക് കുറച്ചൊരു വെയിൽ കുറഞ്ഞിട്ടുള്ള സ്ഥലം. എന്നാലും വെയിലുണ്ട്. അവിടേക്കൊക്കെ ഞാനിപ്പോൾ എൻ്റെ അഗ്ലോണിമ പ്ലാന്റിനെയൊക്കെ മാറ്റി വെച്ചതാണ് കേട്ടോ. ഞാനിപ്പോൾ 2 നേരം നനച്ച് കൊടുക്കുകയാണ്. നനച്ചിട്ടില്ലെങ്കിൽ അഥവാ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെടികളൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് നനച്ചിട്ടില്ലെങ്കിൽ ഉണങ്ങിപ്പോണെന്ന ഒരവസ്ഥയാണ്. അതായത് രാവിലെ നനച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മുടെ ചെടി എന്ത് ചെയ്യുന്നുണ്ട്, ഉണങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ വേനൽക്കാലത്ത് 2 നേരവും നമ്മൾ ഈ ഒരു പ്ലാന്റിന് അതായത് നമ്മുടെ ലെൻഡാന പ്ലാന്റിന് നമ്മൾ നനച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിന് പ്രോണിങ് ചെയ്ത് കൊടുക്കണം, മസ്റ്റാണ്. ഞാൻ വലിച്ചു നീട്ടി പറയാതെ തന്നെ ഞങ്ങൾ കാര്യങ്ങൾ കാണിക്കാൻ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ലെൻഡാന പ്ലാന്റിന് നമ്മൾ ഫസ്റ്റായിട്ട് കൊടുക്കേണ്ടത് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെക്കുക. അതുപോലെ തന്നെ നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. പ്രൂണിങ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഈ പുതിയ തൈ ഉണ്ടാക്കാനുള്ള കമ്പ് ഇതിൽ തന്നെ കിട്ടും അല്ലേ, നമുക്ക് കമ്പ് ഇതിൽ തന്നെ കിട്ടും. പിന്നെ രണ്ടാമത് നമുക്ക് ഈ ഒരു ചെടി തിക്കായിട്ട് വളരും കേട്ടോ. പിന്നെ നമ്മൾ മാസത്തിൽ ഒരു ദിവസം നന്നായിട്ടൊരു വളം ചെയ്യുക. ഒരു ഫെർട്ടിലൈസർ എന്തായാലും, അത് കെമിക്കൽ ഫെർട്ടിലൈസർ ആയാലും വേണ്ടില്ല, പിന്നെ അതുപോലെ തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസർ ആയാലും വേണ്ടില്ല, മാസത്തിൽ നമ്മളിതിന് വളം ചെയ്ത് കൊടുക്കുക. അതുപോലെ ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സൂര്യപ്രകാശം, ഒരുപാട് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കണം കേട്ടോ. ഞാൻ അങ്ങനെ വെച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇതൊക്കെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക, ഇലകളൊക്കെ ഒന്ന് ചുരുണ്ട് പോയിനോ. അപ്പോൾ ഞാൻ കുറച്ച് തണലുള്ള, ഇപ്പോൾ എത്ര ശക്തമായിട്ട് വെയിലായത് കൊണ്ട് തണലുള്ള ഭാഗത്തേക്കാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു കട്ടിങ്സ് എടുക്കുക. കട്ടിങ്സ് എടുത്തിട്ട് പൂക്കളുള്ള സമയത്ത്, അതായത് പൂക്കൾ ഉള്ളപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. പൂക്കളുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യരുത്,
ഇതിൽ കട്ടിങ്സ് എടുക്കണ്ട കേട്ടോ. കട്ടിങ്സ് എടുക്കാതെ നമ്മൾ പൂക്കൾ കുറച്ച് കുറഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ നിന്നൊരു കട്ടിങ്സ് എടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു കട്ടിങ്സ് എടുക്കാൻ പോവുകയാണ്. ആ കട്ടിങ്സ് നമുക്ക് നട്ട് കൊടുക്കുക. ഞാൻ നട്ട് കൊടുക്കുന്ന രീതി ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കട്ടിങ്സ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കട്ടിങ്സ് ഞാൻ എടുത്തിട്ട് ഇത്രയുള്ള ഒരു കട്ടിങ്സാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിങ്സ് മാത്രം മതി നമുക്കൊരു തൈ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഈ ഇലകളൊക്കെ നമുക്ക് ഒന്ന് അടർത്തി മാറ്റണം. ഇതിലൊരു എന്താ പറയുക, നീലി ബഗോ ഒരു വെള്ള പൊടിയുള്ള ഇത് വന്നിട്ടുണ്ട്. അതിന് നമുക്കറിയാം, ഞാനൊരു ഇലപ്പേൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, കാണാത്തവരൊന്നും കാണാം. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് പിന്നെ ഈ ഒരു പൗഡർ വരുന്നതിൻ്റെ അതിനൊക്കെ എന്താ അടിച്ച് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ള ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നു. നമുക്ക് ഇതിൻ്റെ കുറച്ച് ഇലകളൊന്ന് പോക്കിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നട്ട് കൊടുക്കട്ടോ. ഇത്രയും നമ്മൾ ഇലകളൊക്കെ പോക്കി. അപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് ചെറിയൊരു പ്രയാസമുണ്ട്, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ ഇതാ ഇങ്ങനെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമുക്കിതാ ഞാനിവിടെ ഓൾറെഡി മണലും അതുപോലെ തന്നെ ചകിരിച്ചോറും ഇട്ടിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് നന്നായിട്ടൊരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു സെൻറ്ററിൽ ഒരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു കമ്പ് ഇതിൽ വെച്ച് നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. വേനൽക്കാലത്ത് ഈസി ആയിട്ട് നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഗ്ലാസ്സിൽ ഈ ഗ്ലാസ്സിൽ ഞാനിപ്പോൾ ഈ അടുത്തെന്ന് പറയുമ്പോൾ ഒരു മാസം 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ നട്ട് വെച്ചാണ്. ഇത് രാവിലെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്താണ്. ഇപ്പം നോക്കുമ്പോൾ കണ്ടില്ലേ, വെള്ളം തീരെ വെള്ളമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് ചകിരിച്ചോറും മണലും മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇതൊന്ന് ചെറിയൊരു കമ്പെടുത്തിട്ട് നമുക്കിതിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ലെൻഡാന പ്ലാന്റിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.